Good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എങ്കിൽ സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് ട്ടോ. അപ്പോൾ പലരും ഇതുപോലെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ടായിരിക്കും. ഞാൻ സാധാരണ ഇതുപോലെയല്ല വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ റെസിപ്പി ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ. അതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് ഇഷ്ടമായോ എന്നുള്ളതും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു രീതിയിലുള്ള വഴുതനങ്ങ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു വലിയ വഴുതനങ്ങയും ഒരു ചെറിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ വഴുതനങ്ങയാണെന്നുണ്ടെങ്കിൽ 4 ചെറിയ വഴുതനങ്ങ തന്നെ എടുത്തോളൂ. അല്ലെങ്കിൽ വലിയ വഴുതനങ്ങയാണെങ്കിൽ 1-2 എടുത്താലും മതി. അതിലേക്കായിട്ട് ഒരു വലിയ സവോള തന്നെ എടുക്കുക. സവോള നമുക്ക് അത്യാവശ്യം വേണം. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാനിപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കുക. നമ്മൾ വേറെ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവനുസരിച്ച് തീരുമാനിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. സാധാരണ നമ്മൾ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാകുമ്പോൾ വഴുതനങ്ങ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ് പതിവ്. ഇത് വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാം. അപ്പോൾ വഴുതനങ്ങ കട്ട് ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ എന്താ വഴുതനങ്ങയുടെ ഈ ഒരു തണ്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ചെറിയ വഴുതനങ്ങ ആയതുകൊണ്ട് ഇതിൻ്റെ 2ആയിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ. വലിയ വഴുതനങ്ങ ആണെങ്കിൽ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്യണം. ഇതിനി കനം കുറച്ച് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വലിയ വഴുതനങ്ങ ആണെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വഴുതനങ്ങ മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് വഴുതനങ്ങയിലേക്ക് നമ്മളിനി നമ്മുടെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ വഴുതനങ്ങയുടെ അളവനുസരിച്ച് നമ്മൾ 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഈ വഴുതനങ്ങയുടെ കളർ മാറുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴുതനങ്ങ വെള്ളത്തിലിടുന്നില്ല. അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനി ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കുക. ഈ വഴുതനങ്ങയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിടിച്ചു വരാൻ പാകത്തിന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്ത് വെക്കുക. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ വഴുതനങ്ങ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് സവോളയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. അതുപോലെ തന്നെ നമ്മുടെ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്ത് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് മുഴുവൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളൊരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് നമ്മൾ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കുക. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയല്ല, ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഞാൻ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ചേർക്കാം. പച്ചമുളക് ആദ്യമേ ചേർക്കരുത്. പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുക. അതുകൊണ്ട് സവോള ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നീളത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോകുന്ന രീതിയിലൊന്നും വഴറ്റണ്ട. ചെറുതായിട്ടൊന്ന് വഴറ്റി തുടങ്ങിയിട്ട് നമുക്കിനി നമ്മൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, ഇതൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ബലം കൊടുത്ത് ഒരുപാട് ബലത്തിൽ പിഴിയണ്ട, എങ്കിലും ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ആ വഴുതനങ്ങയുടെ ആ ഒരു കറ പോകുന്നതിനാണ് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സവോളയിലേക്ക് ഉപ്പ് ചേർക്കരുത്. വഴുതനങ്ങയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സവോളയിലേക്ക് ഉപ്പ് ഇപ്പോൾ ചേർക്കാത്തത്. വഴുതനങ്ങ ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വഴുതനങ്ങ മുഴുവൻ പിഴിഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. വഴുതനങ്ങ വേവാൻ അധികം സമയം എടുക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ വഴുതനങ്ങ വേഗം കുക്കായി കിട്ടും. അപ്പോൾ ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഒരു 3/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ഞാനിപ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഇങ്ങനെ ഒരുമിച്ചാക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വഴുതനങ്ങയൊക്കെ കുക്കായി കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിഭാഗത്തുള്ള വഴുതനങ്ങ മാത്രമേ കുക്കാവുള്ളൂ, മേൽഭാഗത്തുള്ള വഴുതനങ്ങ കുക്കാവില്ല. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. നമ്മൾ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ വഴുതനങ്ങയിലുള്ള മഞ്ഞൾപ്പൊടി പിഴിഞ്ഞ് മാറ്റിയല്ലോ, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഇപ്പോഴാണ് ചേർത്തത്. അതപ്പോൾ നിങ്ങൾ വഴുതനങ്ങ ചേർക്കുമ്പോൾ തന്നെ ചേർത്തോളൂ. ഇനി വഴുതനങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും എല്ലാം ഒരുമിച്ചാക്കി വയ്ക്കുക. ആ സവോളയിലേക്കും വഴുതനങ്ങയിലേക്കും ഒക്കെ മഞ്ഞൾപ്പൊടി ഒന്ന് പിടിച്ചു വരട്ടെ. മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് അല്ലെങ്കിൽ മാറി വരില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓർത്തപ്പോൾ അത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വഴുതനങ്ങ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. വഴുതനങ്ങ കട്ടായി വരുന്നുണ്ടോയെന്ന്. വഴുതനങ്ങ കട്ടായി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മെഴുക്കുവരട്ടി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ വഴുതനങ്ങ മെഴുക്കുവരട്ടിയുടെ പരിപാടി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വഴുതനങ്ങ മെഴുക്കുവരട്ടി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യൂ. സാധാരണ നമ്മൾ മുളക് പൊടി ചേർത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. ചൂട് മാറിയിട്ട് കഴിച്ചാലും കുഴപ്പമില്ല, ചൂടോടുകൂടി കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കമൻറ്റും കൂടി നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് എഴുതണേ. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.